പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഏപ്രിൽ 9 നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടെണ്ണാൻ ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. മെയ് 4 തീയതി, അതായത് കമ്മ്യൂണിസ്റ്റുകാരനായിട്ടുള്ള TP ചന്ദ്രശേഖരനെ പിണറായി വിജയൻ്റെ ഗുണ്ടകൾ, ക്രിമിനലുകൾ, കൊടും ക്രിമിനലുകൾ 51 വെട്ടി കൊന്ന ആ ദിവസം ആണ് ഈ ഏപ്രിൽ 9 നടന്ന തെരഞ്ഞെടുപ്പിൻ്റെ വോട്ട് എണ്ണാൻ പോകുന്നത്. ആ ദിവസം പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ കൂട്ടാളികളും അധികാരത്തിൽ നിന്ന് തൂത്തെറിയപ്പെടും എന്ന് ഏതാണ്ട് തീരുമാനിക്കപ്പെട്ടിരിക്കുന്നു. ഇനി പെട്ടിയിൽ നിന്ന് പെട്ടി പൊട്ടിച്ച് വോട്ടെണ്ണണം എന്ന് മാത്രമേ ഉള്ളൂ. അതായത് അല്ലെങ്കിൽ ഈ പുതിയ ഭാഷയിൽ നമ്മൾ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിലെ വോട്ടുകൾ എണ്ണിക്കഴിയാൻ മാത്രമേ ഇനി സമയം ബാക്കിയുള്ളൂ. 4 തീയതി ഉച്ചയോടുകൂടി പിണറായി വിജയനും സംഘവും 10 വർഷത്തെ അധികാര ഭ്രാന്തിന് ശേഷം, അർമാദത്തിന് ശേഷം ഇറങ്ങിപ്പോകുന്ന ആ സുദിനം സമാഗതമാകാൻ പോവുകയാണ്. സുഹൃത്തുക്കളെ, പൊതുപ്രവർത്തകൻ എന്ന ഞാൻ കഴിഞ്ഞ 10 വർഷക്കാലം നിരന്തരം ഇടതടവില്ലാതെ നടത്തിക്കൊന്ന സമര പോരാട്ടങ്ങളുടെ പ്രതിസ്ഥാനത്ത് കുന്തമുനയായി ഞാൻ കണ്ടിരുന്നത് സാക്ഷാൽ പിണറായി വിജയനെ. എൻ്റെ സമരത്തിൽ എൻ്റെ ഏറ്റവും വലിയ ശത്രുവായി ഞാൻ പിണറായി വിജയനെ പ്രഖ്യാപിച്ചത് പിണറായി വിജയനോടുള്ള എന്തോ വ്യക്തിവൈരാഗ്യമാണ് എന്നൊക്കെ വിശകലനം ചെയ്യുന്ന ചില യൂട്യൂബർമാരുണ്ട്. അവരോടൊക്കെ എനിക്ക് സഹതാപം മാത്രമേ ഉള്ളൂ, എനിക്ക് പരിഹാസവും പുച്ഛവും മാത്രമേ ഉള്ളൂ. കാരണം എൻ്റെ സമരം പിണറായി വിജയൻ എന്ന വ്യക്തിയോടായിരുന്നില്ല. എൻ്റെ സമരം പിണറായി വിജയൻ എന്നൊരു മാതൃകയോടായിരുന്നു, ഒരു സിംബലിനോടായിരുന്നു. കേരളത്തിലെ CPMൻ്റെ ജീർണതയുടെ അഴുകി പുഴുത്ത ഒരു മുഖമായിരുന്നു പിണറായി വിജയൻ എന്നുള്ളത് കൊണ്ട് CPMൻ്റെ ജീർണതയ്ക്കെതിരെയും ഗവൺമെൻറ്റിൻ്റെ ജനവിരുദ്ധതയ്ക്കെതിരെയും ഞാൻ നടത്തിക്കൊണ്ടിരുന്ന ഇടതടവില്ലാത്ത സമരത്തിൻ്റെ കുന്തമുന പിണറായി വിജയനായിരുന്നു എന്നുള്ളത്. അതിൻ്റെ കാരണം പിണറായി വിജയനാണ് ആ ജനവിരുദ്ധ സർക്കാരിൻ്റെ മുഖ്യമന്ത്രിയും ആ ജനവിരുദ്ധ സർക്കാരിന് നേതൃത്വം നൽകുന്ന പാർട്ടിയുടെ ഡിഫാക്റ്റോ പരമോന്നത നേതാവും എന്നുള്ളത് കൊണ്ടായിരുന്നു. അതുകൊണ്ടാണ് പിണറായി വിജയനെതിരെ ഞാൻ പോരാടിയത്. അല്ലാതെ പിണറായി വിജയനെതിരെ വ്യക്തിപരമായി എനിക്കൊരു വിരോധവുമില്ല. ഇപ്പോൾ പിണറായി വിജയൻ്റെ ഇപ്പം കഴിഞ്ഞ ദിവസം CPMകാർ വടകര തൂണേരിയിൽ ഒരു RMP പ്രവർത്തകൻ്റെ കിണറിൽ മലമെറിഞ്ഞു. എന്നോട് ആരെങ്കിലും പിണറായി വിജയൻ്റെ വീട്ടുവളപ്പിൽ ഒരു കിണറിൽ മലമെറിയൂ എന്ന് ചോദിച്ചാൽ ഒരിക്കലും ഞാനതിന് കൂട്ടു നിൽക്കില്ല. കാരണം എനിക്ക് പിണറായി വിജയൻ എന്ന വ്യക്തിയോടല്ല എൻ്റെ വിരോധം. ഇപ്പോൾ 2017 പിണറായി വിജയൻ എന്നെ ജയിലിലടച്ചു. 2025 എന്നെ കസ്റ്റഡിയിലെടുത്തു, എൻ്റെ വീട്ടിൽ റെയ്ഡ് നടത്തി. ഇതെല്ലാം പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള പോലീസാണ് ചെയ്തത്. പക്ഷേ അതിനൊന്നും എനിക്ക് പിണറായി വിജയനോട് വ്യക്തിവിരോധമല്ല ഉള്ളത്. പിണറായി വിജയൻ ഒരു മാതൃകയാണ്, ഒരു മോഡലാണ്. ആ പിണറായി വിജയനെതിരായിട്ടുള്ള സമരം എന്ന് നടത്തുന്നത്. അതുകൊണ്ടാണ് എൻ്റെ വീഡിയോയിൽ പിണറായി പോകും എന്ന് മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഞാൻ ഒരു ലോഗോ ഉണ്ടാക്കി ഞാൻ പ്രദർശിപ്പിച്ചത്. അപ്പം അത് CPMൻ്റെ ജീർണതയ്ക്കെതിരായിട്ടുള്ള ഒരു പോരാട്ടമാണ്, ഒരു പോർമുഖമായിരുന്നു ഞാൻ സൃഷ്ടിച്ചെടുത്തത്. സുഹൃത്തുക്കളെ, ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ എൻ്റെ പ്രേക്ഷകരോട് ചോദിക്കാൻ പോകുന്ന ചോദ്യം, കേരളത്തിലൊരു സർക്കാർ മാറി വന്നാൽ പിണറായി വിജയനും വിജയൻ്റെ മകൾ വീണ വിജയനും ജയിലിൽ അടയ്ക്കപ്പെടുമോ എന്നുള്ളതാണ്. അവർ അഴിയെണ്ണുമോ എന്നുള്ളൊരു ചോദ്യമാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ ചോദിക്കാൻ പോകുന്നത്. അതിനുള്ള സാധ്യത തള്ളണ്ട എന്നാണ് എൻ്റെ അഭിപ്രായം. സുഹൃത്തുക്കളെ, നമുക്കറിയാലോ, കഴിഞ്ഞ 10 വർഷക്കാലം പിണറായി വിജയനെതിരെയും മകൾക്കെതിരെയും പ്രധാനപ്പെട്ട 2 അഴിമതി കേസുകൾ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നല്ലോ. നമ്മൾ ഓർക്കുന്നില്ലേ, 2004 അന്നത്തെ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിൻ്റെ റിപ്പോർട്ടിലാണ് പള്ളിവാസൽ, ചെങ്കുളം, പന്നിയാർ എന്ന് പറയുന്ന 3 വൈദ്യുതി പദ്ധതികളുടെ പുനരുദ്ധാരണവും ആയി ബന്ധപ്പെട്ടുകൊണ്ട് സംസ്ഥാന ഖജനാവിന് 374 കോടി രൂപയുടെ നഷ്ടം പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള അന്നത്തെ ഗവൺമെൻറ് വരുത്തി വെച്ചു എന്നുള്ള റിപ്പോർട്ട് വരുന്നത് 2004 വരുന്നത്. അതിൻ്റെ ഏറ്റവും വലിയ ഭരണഘടനാ സ്ഥാപനമാണെന്ന് CPM തന്നെ പറഞ്ഞിട്ടുള്ള ഒരു സ്ഥാപനമാണ് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ, CAG. അതിനെ തുടർന്ന് 2006 ലാവലിൻ കേസിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട്
ക്രൈം നന്ദകുമാർ കൊടുത്ത ഹർജി, ആ ഹർജി അംഗീകരിച്ചുകൊണ്ട് കേരള ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് ചീഫ് ജസ്റ്റിസ് വി കെ ബാലിയും ജെ ബി കോശിയും അടങ്ങുന്ന ഡിവിഷൻ ബെഞ്ച് 2006 ലാവ്ലിൻ കേസിൽ CBI അന്വേഷണം പ്രഖ്യാപിച്ചു. അതിനെ തുടർന്ന് CBI കേസന്വേഷിച്ചു. കേസന്വേഷിച്ച് CBI റിപ്പോർട്ട് വന്നു. അതിൽ 7ാം പ്രതിയായിരുന്നു പിണറായി വിജയൻ. പിന്നീട് മാസങ്ങൾ കഴിഞ്ഞപ്പോൾ കുറ്റപത്രം സമർപ്പിച്ചു. അതിൽ 9ാം പ്രതിയായിരുന്നു പിണറായി വിജയൻ. ആ കേസ് അങ്ങനെ കിടന്നു. അവസാനം 2013 തിരുവനന്തപുരം CBI കോടതി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള എല്ലാ പ്രതികളെയും വെറുതെ വിട്ടുകൊണ്ട് ഉത്തരവിറക്കി. അതിനെതിരെ CBI അപ്പീൽ കൊടുത്തു. അപ്പീൽ ഹൈക്കോടതിയിൽ കിടന്നു. 2017 ഓഗസ്റ്റ് 23 പിണറായി വിജയൻ എന്ന് പറയുന്ന വൈദ്യുതി മന്ത്രി, കെ മോഹനചന്ദ്രൻ എന്ന് പറയുന്ന ഊർജ്ജ സെക്രട്ടറി, പിന്നെ P ഫ്രാൻസിസ് എന്ന് പറയുന്ന ഊർജ്ജ വകുപ്പ് അഡീഷണൽ സെക്രട്ടറി, ഈ 3 പേരെയും കുറ്റമുക്തരാക്കി അന്ന് 2017 കേരള ഹൈക്കോടതി P ഉബൈദിൻ്റെ നേതൃത്വത്തിലുള്ള സിംഗിൾ ബെഞ്ച് 2017 ഓഗസ്റ്റ് 23. എന്നാൽ ഈ 3 പേരെ കുറ്റമുക്തരാക്കുമ്പോൾ 3 പേരെ വിചാരണ നേരിടണമെന്ന് പറഞ്ഞാൽ അല്ലാതെ എല്ലാവരെയും കുറ്റമുക്തരാക്കുകയല്ല ചെയ്തത്. 2013 ലാവ്ലിൻ കേസിൽ എല്ലാവരെയും കുറ്റമുക്തരാക്കുകയാണ് ചെയ്തതെങ്കിൽ 2017 സിംഗിൾ ബെഞ്ചിൻ്റെ ഉത്തരവനുസരിച്ച് 3 പേരെ കുറ്റമുക്തരാക്കിയപ്പോൾ 3 പേരെ വിചാരണ നേരിടണമെന്ന് പറഞ്ഞു. ഒരു രാജശേഖരൻ നായർ എന്ന് പറഞ്ഞ ഒരു അക്കൗണ്ട്സ് KCBയിലെ ഇലക്ട്രിസിറ്റി ബോർഡിലെ അക്കൗണ്ട്സ് മെമ്പർ, ഇലക്ട്രിസിറ്റി ബോർഡിലെ ഒരു എക്സിക്യൂട്ടീവ് എഞ്ചിനീയറായിരുന്ന കസ്തൂരി രംഗൻ, ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ അന്നത്തെ ചെയർമാനായിരുന്ന ശ്രീമാൻ ശിവരാജൻ, ഈ 3 പേരും വിചാരണ നേരിടണമെന്ന് പറഞ്ഞു. അതിൽ പിണറായി വിജയനും കെ മോഹനേന്ദ്രനും ഫ്രാൻസിസ് ഉൾപ്പെടെയുള്ള 3 പേരെ കുറ്റമുക്തരാക്കുന്നതിനെതിരെ CBI 2017 ഒക്ടോബർ 10 ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ അപ്പീൽ സമർപ്പിച്ചു. ആ കേസ് 9 വർഷങ്ങൾക്ക് ശേഷവും ഇന്ന് സുപ്രീം കോടതിയിൽ പെൻഡിങ്ങിലാണ് സുഹൃത്തുക്കളെ. CBI ആ കേസ് ഏതാണ്ട് 50 തവണയോളമാണ് മാറ്റിവെച്ചത് സുപ്രീം കോടതി. കഴിഞ്ഞ 1.5 വർഷക്കാലമായി, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 16/5/2024 ശേഷം 1.5 വർഷക്കാലമായി സുപ്രീം കോടതിയുടെ ബെഞ്ചിന് മുന്നിൽ പോലും ആ കേസ് വരുന്നില്ല സുഹൃത്തുക്കളെ. അതൊരു നിർണായകമായ കേസാണ് പിണറായി വിജയനുമായി ബന്ധപ്പെട്ടത്. ആ കേസ് കഴിഞ്ഞ 9 വർഷമായിട്ട് CBI താല്പര്യം എടുക്കാതിരിക്കുന്നു. അപ്പോൾ ആ കേസ് എയർലി ഹിയറിംഗ് നടത്തണം. ആ കേസിൽ തീർപ്പുണ്ടാകണമെന്ന് പറയാൻ ആരും ഉണ്ടായിരുന്നില്ല. കാരണം അത് പിണറായി വിജയനെതിരായിട്ടായിരുന്നു. പിണറായി വിജയനെ BJP സംരക്ഷിക്കുകയായിരുന്നു. പിണറായി വിജയൻ കേരളത്തിൽ മുഖ്യമന്ത്രിയായിരുന്നു. അതുകൊണ്ടാണ് ആ കേസ് കഴിഞ്ഞ 9 വർഷക്കാലമായി സുപ്രീം കോടതിയിൽ അനങ്ങാതിരുന്നത്. എന്നാൽ കേരളത്തിൽ ഇനി പുതിയൊരു സർക്കാർ വരുമ്പോൾ ആ കേസിന് ജീവൻ വെക്കാൻ സാധ്യത വളരെ വലുതല്ലേ? ആ കേസിൽ സംസ്ഥാന സർക്കാരിന് എയർലി ഹിയറിംഗ് ആവശ്യപ്പെടാമല്ലോ. കാരണം സംസ്ഥാന സർക്കാരിന് വളരെ കൃത്യമായി പറയാമല്ലോ, സംസ്ഥാന ഖജനാവിൽ നിന്ന് 374.5 കോടി രൂപയുടെ നഷ്ടമുണ്ടായതാണ്. അതുകൊണ്ട് ആ കേസ് പെട്ടെന്ന് കേട്ട് അതിന്മേൽ തീർപ്പുണ്ടാകണമെന്ന് പറഞ്ഞുകൊണ്ട് ഹൈക്കോടതിയിൽ പുതിയ UDF സർക്കാർ ഒരു എയർലി ഹിയറിംഗ് പെറ്റീഷൻ കൊടുക്കാനുള്ള സാധ്യത വളരെ വലുതല്ലേ സുഹൃത്തുക്കളെ? അങ്ങനെ വരികയും ആ കേസിൽ വിചാരണ നടക്കുക, ആ കേസ് പെട്ടെന്ന് കേൾക്കുകയും ചെയ്താൽ ആ കേസിൽ പിണറായി വിജയൻ വിചാരണ നേരിടണം എന്നൊരു തീർപ്പ് വരാനുള്ള സാധ്യത വളരെ വലുതാണ്. കാരണം എന്താ, 3 ഉദ്യോഗസ്ഥന്മാർ വിചാരണ നേരിടണം എന്ന് പറഞ്ഞു. അവർ കീഴുദ്യോഗസ്ഥന്മാരാണ് ഇലക്ട്രിസിറ്റി ബോർഡിൽ. എന്നാൽ 3 ഉദ്യോഗസ്ഥന്മാർ 3 പേർ കുറ്റമുക്തരാകണമെന്ന് പറഞ്ഞ ഒരു മന്ത്രിയും ഊർജ്ജ വകുപ്പ് സെക്രട്ടറിയും ഊർജ്ജ വകുപ്പ് അഡീഷണൽ സെക്രട്ടറിയുമാണ്. മന്ത്രിയും ഊർജ്ജ വകുപ്പ് സെക്രട്ടറിയും ഊർജ്ജ വകുപ്പ് അഡീഷണൽ സെക്രട്ടറിയുമാണ് നയപരമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും സുപ്രീം കോടതിക്ക് ചോദിക്കാൽ ഇതെന്താണ് നയപരമായ തീരുമാനമെടുത്തവരെ കുറ്റമുക്തരാക്കിയിട്ട് കീഴുദ്യോഗസ്ഥന്മാർ വിചാരണ നേരിടുന്നതിനകത്ത് എന്ത് യുക്തിയാണുള്ളത്? കാരണം നയപരമായ തീരുമാനങ്ങൾ എടുക്കുന്ന നയമല്ലേ കീഴുദ്യോഗസ്ഥന്മാർ നടപ്പിലാക്കുക. അപ്പോൾ കീഴുദ്യോഗസ്ഥന്മാർ വിചാരണ നേരിടണമെന്നുണ്ടെങ്കിൽ നയപരമായ തീരുമാനമെടുത്തവരും വിചാരണ നേരിടണ്ടേ എന്ന് സുപ്രീം കോടതി ചോദിച്ചാൽ ആ നിമിഷം പിണറായി വിജയൻ വിചാരണ നേരിടേണ്ടി വരും. സ്വാഭാവികമായി വിചാരണ നേരിടുന്ന അവസരത്തിലും സംസ്ഥാന സർക്കാരിന് ആ വിചാരണയിൽ ഇടപെടാം, കക്ഷി ചേരാം. കാരണം സംസ്ഥാന സർക്കാരിൻ്റെ ഖജനാവിൽ നിന്നാണ് പണം നഷ്ടപ്പെട്ടിട്ടുള്ളത്. സ്വാഭാവികമായി അതിൻ്റെ വിചാരണ നടക്കുമ്പോഴും യഥാർത്ഥത്തിൽ ഈ 9 വർഷക്കാലം ആ കേസ് പെൻഡിങ്ങിൽ കിടന്ന് എന്തുകൊണ്ടാണ്? CBIക്ക് പിണറായി വിജയനെ സംരക്ഷിക്കണമായിരുന്നു. അഴിമതിക്കാരനായിട്ടുള്ള പിണറായി വിജയനെ സംരക്ഷിക്കണം എന്നുള്ളതുകൊണ്ടാണ് CBI ആ കേസിൽ അനങ്ങാമ്പാറ നയം സ്വീകരിച്ചിരുന്നത്.
പക്ഷേ ഇപ്പോൾ പിണറായി വിജയൻ അധികാരത്തിൽ നിന്ന് പോയതുകൊണ്ട് CBIക്ക് പ്രത്യേകിച്ച് അതിനകത്ത് കാര്യമൊന്നുമില്ല. CBI ചടുലമായി വാദിക്കുകയും ആ കേസിൽ സംസ്ഥാന സർക്കാർ കക്ഷി ചേരുകയും പിണറായി വിജയൻ വിചാരണ നേരിടുകയും ചെയ്താൽ ആ കേസിൽ ഒരുപക്ഷെ പിണറായി വിജയൻ ശിക്ഷിക്കപ്പെടാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റും സുഹൃത്തുക്കളെ. കാരണം അതിനകത്ത് ഒരു പിടി തെളിവുകൾ അതിലുള്ളതാണ്. അപ്പം അതുകൊണ്ട് സർക്കാർ മാറി വന്നിരിക്കുന്ന സാധ്യതയിൽ ലാവ്ലിൻ കേസിൽ പിണറായി വിജയൻ അഴിയെണ്ണാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഇനി സ്വർണ്ണക്കള്ളക്കടത്ത് കേസുണ്ട്, 2020 ഡോളർ കള്ളക്കടത്ത് കേസുണ്ട്. അതിലൊക്കെ തന്നെ പിണറായി വിജയനെതിരെ ഒരുപിടി തെളിവുകളുണ്ട്. അതൊന്നും അന്വേഷിക്കാതിരുന്നത് പിണറായി വിജയനെ സംരക്ഷിക്കാനുള്ള BJPയുടെ താല്പര്യം കൊണ്ടാണ്. അവിടെയും സംസ്ഥാന സർക്കാരിന് വേണേൽ പുതിയ കേസുകൾ രജിസ്റ്റർ ചെയ്യാം. ആ കേസിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന സ്വപ്ന സുരേഷ് കൊടുത്ത 164 സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. അതിലൊക്കെ പിണറായി വിജയനെതിരെ അതിഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളുണ്ട്. പിണറായി വിജയൻ സംസ്ഥാന സർക്കാരിന് വേണമെങ്കിൽ സ്വപ്ന സുരേഷിൽ നിന്ന് വീണ്ടും ഒരു പരാതി എഴുതി വാങ്ങിച്ചിട്ട് ഈ ഡോളർ കള്ളക്കടത്തും സ്വർണ്ണ കള്ളക്കടത്തും ഒക്കെ വീണ്ടും അന്വേഷിക്കാനുള്ള സാധ്യതയുണ്ട്. ആ സാധ്യതയിലേക്ക് സർക്കാർ പോകാനുള്ള സാധ്യത വളരെ വലുതല്ലേ സുഹൃത്തുക്കൾ? അതുകൊണ്ട് പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം ഇനി വരാൻ പോകുന്ന ദിവസങ്ങൾ വളരെ വലിയ പ്രതിസന്ധിയുടെ ദിവസങ്ങളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെ അയാളുടെ മകൾ വീണ വിജയൻ 2023 ഇൻകം ടാക്സ് ഇൻട്രം സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ ഉത്തരവ് വന്നത്. കരിമണൽ കർത്താവിൻ്റെ കൊച്ചിൻ മിനറൽസ് ആൻഡ് റൂട്ടൈൽസിൽ നിന്ന് 1,72,00,000 മേടിച്ചു എന്നുള്ള കേസ്. ആ കേസിൽ SFIO അന്വേഷണം വന്നു. പിന്നീട് ആ അന്വേഷണം റദ്ദാക്കാൻ കേരള ഹൈക്കോടതിയിൽ പോയി തള്ളിപ്പോയി, കർണാടക ഹൈക്കോടതിയിൽ പോയി തള്ളിപ്പോയി. അതിനിടയിൽ SFI അന്വേഷണം നടന്നു. SFIO എറണാകുളത്തെ എക്കണോമിക് ഒഫൻസ് CJM കോടതിയിൽ പിണറായി വിജയൻ്റെ മകളെ ഉൾപ്പെടെയുള്ളവരെ 9ാം പ്രതിയാക്കി കുറ്റപത്രം സമർപ്പിച്ചു. ആ കേസ് റദ്ദാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കരിമണൽ കർത്താവ് ഡൽഹി ഹൈക്കോടതിയിൽ പോയി. അതും 2024 16/11 മറ്റായിരുന്നു. ആ കേസിന് 2 വർഷമായി നീട്ടിക്കൊണ്ടിരിക്കുകയാണ്. ആ കേസ് കഴിഞ്ഞ ദിവസം 31ാമത്തെ തവണയാണ് മാറ്റിവെച്ചത്. ആ മാറ്റിവെച്ചതും പിണറായി വിജയനും BJPയും തമ്മിലുള്ള ഒത്തുകളിയുടെ ഭാഗമായിരുന്നു. പിണറായി വിജയനെ രക്ഷിക്കാൻ BJP ഇറങ്ങിയത് പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയതുകൊണ്ടായിരുന്നു. ഇനി പിണറായി വിജയൻ മുഖ്യമന്ത്രിയല്ല, BJPക്ക് ഇനി പിണറായി വിജയനെ സംരക്ഷിക്കേണ്ട കാര്യമില്ല. അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരിനും വേണമെങ്കിൽ ഡൽഹി ഹൈക്കോടതിയിലെ കേസിൽ കക്ഷി ചേരാം. നാളെ ഡൽഹി ഹൈക്കോടതിയിലെ കേസ് റദ്ദാക്കപ്പെട്ടാൽ കേസിൽ കൊച്ചിൻ മിനറൽസ് ആൻഡ് റൂട്ടൈൽസ് കരിമണൽ കർത്താവിൻ്റെ കമ്പനിയുടെ കേസ് തള്ളിപ്പോയാൽ തൊട്ട് പിറ്റേ ദിവസം പിണറായി വിജയൻ്റെ മകൾ വീണ വിജയന് സമൻസ് പോകും. അപ്പോൾ പിണറായി വിജയൻ്റെ മകളുടെ സ്ഥിതിയും ഭദ്രമല്ല. അതുകൊണ്ട് ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. സർക്കാർ മാറി വന്നിരിക്കുന്ന സാഹചര്യത്തിൽ പിണറായി വിജയൻ്റെ സ്ഥിതി പരിങ്ങലിലാണ് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. പിണറായി വിജയൻ അഴിയെണ്ണാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. പിണറായി വിജയൻ്റെ മകൾ അഴിയെണ്ണുന്ന സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഇതിലൊക്കെ ഉപരിയായി പിണറായി വിജയനെതിരെ പുതിയ കേസുകൾ വേണമെങ്കിൽ വരാം. പിണറായി വിജയൻ അനധികൃത സ്വത്ത് സമ്പാദനത്തെക്കുറിച്ച് കേസ് വരാം. പിണറായി വിജയൻ്റെ മകളുടെ അനധികൃത സ്വത്ത് സമ്പാദനത്തെക്കുറിച്ച് കേസ് വരാം. പിണറായി വിജയൻ്റെ മകൻ്റെ അനധികൃത സ്വത്ത് സമ്പാദനത്തെക്കുറിച്ച് കേസ് വരാം. ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് 1000 കോടി രൂപയുടെ അഴിമതി ആരോപണങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. അത് സംബന്ധിച്ചിട്ടുള്ള പുതിയ കേസുകൾ വേണമെങ്കിൽ വരാം. അപ്പം അതുകൊണ്ട് UDF സർക്കാർ പുതിയതായിട്ട് അധികാരത്തിൽ വരാൻ പോകുന്ന സാഹചര്യത്തിൽ പിണറായി വിജയനെതിരെയും മകൾക്കെതിരെയുമുള്ള കേസുകൾ ശക്തിപ്പെടാനുള്ള സാധ്യതകൾ വളരെ വളരെ വലുതാണ്. എന്ന് മാത്രമല്ല, ആ കേസുകളിൽ അച്ഛനും മകളും കൽത്തുറുങ്കിൽ അടയ്ക്കപ്പെടുന്ന സാഹചര്യം പോലും ഉണ്ടായാൽ അത്ഭുതപ്പെടാനില്ല എന്നാണ് എനിക്ക് എൻ്റെ പ്രേക്ഷകരോട് സൂചിപ്പിക്കാനുള്ളത്.